ഹായ് ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ദൈവമുണ്ടോ, ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ദൈവം എന്നുള്ള രീതിയിൽ നമ്മൾ ആരാധിക്കുന്ന ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ച് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കടന്ന് ചില ആൾക്കാർ വാർദ്ധക്യം വരെ പോവുകയുണ്ടായി, ചില ആൾക്കാർ യൗവനത്തിൽ തന്നെ ഇവിടെ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അങ്ങനെ നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ചവർ തന്നെയാണ് ഇവരെല്ലാവരും. പിന്നെ ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു? അതായത് നമ്മളും ഈ ദൈവങ്ങളിൽ നിന്ന് ആരാധിക്കപ്പെടുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തായിരുന്നു? അതിലൊന്നെന്ന് പറയുന്നത്, ചില ആളുകൾ അവർ ഇവിടെ ജനിച്ച ഉടനെ തന്നെ അവർക്കറിയാമായിരുന്നു അവരുടെ നിയോഗത്തെ പറ്റി. എന്താണ് ഈ ലോകത്തിൽ ഞാൻ ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്? ഉദാഹരണം പറയുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തിന് ജന്മനാ തന്നെ അറിയാമായിരുന്നു താൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, താൻ ഇവിടെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്താണ്, ഇനി താൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ കുറേ ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി ചില ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രായമൊക്കെ ആകുമ്പോഴാണ് അവർക്കത് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മുഹമ്മദ് നബിയെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 40 വയസ്സ് വരെയും സാധാ ഒരു മനുഷ്യൻ ജീവിച്ചതുപോലെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം രാജ്യങ്ങൾ തോറും പലായനം ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുമായിരുന്നു. ചിലതൊക്കെ വിജയിച്ചു, ചിലതൊക്കെ പരാജയപ്പെട്ടു. ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ജീവിച്ച് പോയിരുന്നു. പക്ഷെ 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനൊരു ദർശനം കിട്ടുന്നത്. തൻ്റെ വഴി എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങുക, നേർവഴി കാണിച്ചു കൊടുക്കുക. അവിടെയാണ് അദ്ദേഹത്തിന് ആ നിയോഗം വന്നിട്ട് ചേരുന്നത്. ഇനി ശ്രീബുദ്ധ ഭഗവാനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം രാജകുമാരനായിരുന്നു. രാജാവായി രാജകൊട്ടാരത്തിൽ എല്ലാ സുഖവും അനുഭവിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, ഇതല്ല എൻ്റെ വഴി, ഇതിനൊക്കെ അപ്പുറം സന്തോഷവും സുഖവും നൽകുന്ന വേറെന്തോ ഉണ്ട്. അങ്ങനെ അത് തേടിയിറങ്ങിയ ശ്രീബുദ്ധ ഭഗവാനെ നമുക്കറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ച ആൾക്കാരായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി എന്ത് വന്നു കഴിഞ്ഞാലും, എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അതിവിടെ നടപ്പാക്കുമെന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ളവരായിരുന്നു. അവരെ ഒരുപാട് പേര് പ്രലോഭിപ്പിച്ചിട്ടുണ്ട്, അവരുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ്. രാജ്യത്തിൻ്റെ പകുതിയും എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും അവരുടെ നിയോഗത്തെ മറികടക്കുവാൻ പ്രാപ്തിയുള്ളതായിരുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകം പോലെയാണ്. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനേതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ പലപ്പോഴും ചിന്തകൾക്കും വികാരങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് നമ്മൾ കരയാറുണ്ട്, അമിതമായി സന്തോഷിക്കാറുണ്ട്, നിരാശപ്പെടാറുണ്ട്, ദുഃഖിച്ചിരിക്കാറുണ്ട്, അല്ലേ? എന്നാൽ അവരെ സംബന്ധിച്ച് ചിന്തകൾക്കും വികാരങ്ങൾക്കും മുകളിൽ ജീവിച്ചവരായിരുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ ജയിച്ച് ജീവിച്ചവരായിരുന്നു. അതായത് അവരുടെ ജീവിതത്തിന് ഒരു സന്തുലനാവസ്ഥയുണ്ടായിരുന്നു. എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ഒരേ മനസ്സോടുകൂടി കാണുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നാലാമതായിട്ട് വലിയൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രപഞ്ചശക്തി അവരുടെ നിയോഗങ്ങൾക്കനുസരിച്ച് അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഏത് ദേശത്തേക്ക് പോകണം, ഇതൊക്കെ ഒരു പ്രപഞ്ചശക്തിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് ആയിരുന്നു. പലപ്പോഴും ജീസസ് ക്രൈസ്റ്റ് ഒക്കെ ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്കൊക്കെ പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും വെളിപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവരൊരു ഏകാന്തത മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഏകാന്തതയിൽ അവർക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ്, ആ ഇൻഡ്യൂഷൻസിന് അനുസരിച്ചിട്ടാണ് അദ്ദേഹം ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്നതും ജനങ്ങളോട് സംസാരിച്ചിരുന്നതും. അപ്പോൾ ഈ 4 പ്രത്യേകതകൾ ഈ ആളുകളിൽ മുഴുവൻ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ മഹാത്മാഗാന്ധി നമ്മളേവരും ആദരിക്കുന്ന വ്യക്തിത്വമാണ്. കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെയും ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ആളുകൾ പ്രതിഷ്ഠിക്കാം. കാരണം അദ്ദേഹം കോടിക്കണക്കിന് ജനങ്ങളെ ഒരേ ഒരു സ്വപ്നത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ഏകോപിപ്പിച്ച ഒരു വ്യക്തിയാണ്. ആർക്കെങ്കിലും സാധ്യമായിട്ടുള്ള കാര്യമാണ് കോടിക്കണക്കിന് ആളുകളെ സ്വാതന്ത്ര്യം എന്നുള്ള സ്വപ്നത്തിലേക്ക് ഏകോപിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞ്
ഒരുപക്ഷെ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചേക്കാം, കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ ഈ 4 പ്രത്യേകതകൾ നമുക്കുണ്ടോ? അതാദ്യം മനസ്സിലാക്കുക. ഈ 4 പ്രത്യേകതകൾ നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ദൈവമാണ്, നമ്മുടെ ഉള്ളിലും ദൈവമുണ്ട്. ഒരു വലിയ മഹാസാഗരം, ഒരു സമുദ്രത്തെ എടുത്തു കഴിഞ്ഞാൽ, അതിനെ നമുക്ക് ദൈവമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിലെ ഓരോ അണുവും നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. ഈ ഓരോ അണുവിനെയും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സമുദ്രമായി മാറേണ്ട ആവശ്യമില്ല. ആ സമുദ്രത്തിൻ്റെതായിട്ടുള്ള എല്ലാ മാസ്മരികതയും ആ ഒരു അണുവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ദൈവം, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.